നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. കമ്പനി സജസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. 100% നമ്മളത് ചെയ്യണം എന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്തുള്ളൂ. പക്ഷേ കമ്പനി പറയുന്നതായിരിക്കണം, അതായത് നമ്മുടെ വാഹനത്തിൽ അവരത് സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാവണം. അതായത് ഓണേഴ്സ് മാനുവലിൽ അത് വ്യക്തമായിട്ട് വരണം. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന @Jetta52029 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: മൈ കാർ ഈസ് ഹുണ്ടായി and the service center says synthetic oil is good for the engine. Should I go with it or normal engine oil? Synthetic is costlier, that's why. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി സിന്തറ്റിക് ഓയിൽ കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്കത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മടി. ശരി, ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിന്തറ്റിക് ഓയിൽ നിങ്ങളുടെ വാഹനത്തിന് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് ശരിക്കും ഓണേഴ്സ് മാനുവലും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നമുക്ക് ഒരു വാഹനം മേടിക്കുമ്പോൾ കിട്ടുന്ന ഓണേഴ്സ് മാനുവൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏത് ഓയിൽ അതിനകത്ത് ഒഴിക്കണം. അതായത് ഓരോ ഗ്രേഡ് ഓയിൽസ് നമുക്ക് വരുന്നുണ്ട്. ഈ ഗ്രേഡ് മാത്രമല്ലാതെ ഏത് കമ്പനിയുടെ സജസ്റ്റ് ചെയ്യണമെന്ന് ചില വാഹനത്തിൻ്റെ എഞ്ചിൻ അല്ലെങ്കിൽ ചില കമ്പനീസ് റെക്കമെൻഡ് ചെയ്യും. ഇതല്ലാതെ സിന്തറ്റിക് ഓയിൽ വേണമെങ്കിൽ സിന്തറ്റിക് ഓയിൽ വേണമെന്ന് റെക്കമെൻഡ് ചെയ്യും. കാരണം ഓരോ ഗ്രേഡ് അനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന 5W30 എന്ന് വെച്ചാൽ ഈ 5W30 തന്നെ നോർമൽ എഞ്ചിൻ ഓയിലുണ്ട്, സിന്തറ്റിക് എഞ്ചിൻ ഓയിലുണ്ട്. രണ്ട് വ്യത്യസ്ത ടൈപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കൺഫേം ആക്കുക. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, അതായത് നമ്മളിപ്പോൾ ഒരു എഞ്ചിൻ ഓയിൽ മേടിക്കുന്ന സമയത്ത് അതിന് ഈ രണ്ട് ടൈപ്പ്, അതായത് സിന്തറ്റിക്കും ഉണ്ട്, നോർമൽ എഞ്ചിൻ ഓയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് രണ്ടിൽ ഏതെടുത്താലും കൃത്യസമയത്ത് തന്നെ റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. കാരണം 10,000 കിലോമീറ്റർ ആയിരിക്കും ചില കമ്പനി പറയുന്നത്, ചില കമ്പനി 15 കിലോമീറ്റർ പറയും, 15,000 കിലോമീറ്റർ ആയിരിക്കും പറയുന്നത്. ഇതിൽ ഏത് കിലോമീറ്റേഴ്സിലാണെങ്കിലും ഏത് എഞ്ചിൻ ഓയിൽ ഒഴിച്ചെന്ന് പറഞ്ഞാലും കൃത്യം ആ പറയുന്ന ടൈമിൽ അത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ സിന്തറ്റിക് ഓയിലാണെങ്കിലും കൊള്ളാം, നോർമൽ എഞ്ചിൻ ഓയിലാണെങ്കിലും കൊള്ളാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോർമൽ എഞ്ചിൻ ഓയിൽസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് മാത്രം ഒഴിക്കാൻ ശ്രമിക്കുക. വെറുതെ ഈ പറയുന്ന പോലെ സിന്തറ്റിക് ഒഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പോയി ഭയങ്കര ഒരു പെർഫോമൻസ് ഡിഫറൻസ് വരും എന്നൊക്കെ പറയുന്ന ചുമ്മാതെയാണ്. പക്ഷേ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന പോലെ അഡിറ്റീവ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു സിന്തറ്റിക് ഓയിൽ നമ്മുടെ നോർമൽ എഞ്ചിൻ ഓയിൽ ഒഴിക്കേണ്ട സ്ഥാനത്ത് ഒഴിക്കേണ്ടത്. അപ്പോൾ ചില സമയത്ത് ഇത് ബേണിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്, എഞ്ചിൻ ഓയിൽ കത്തിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരിപാടിക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും. നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ വാഹനത്തിൻ്റെ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്ന എഞ്ചിൻ ഓയിൽ ഏതാണോ ആ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ പറയുന്ന പോലെ ഷോറൂംസിൽ എല്ലാം കാര്യങ്ങളും അവർ റെക്കമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കണം, ഇത് ശരിക്കും ഈ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതാണോ അതോ ഈ ഷോറൂം റെക്കമെൻഡ് ചെയ്യുന്നതാണോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും കൂടെ ചെയ്യുക. ഒരു സ്ഥലത്ത് അവർ പറയുകയാണെങ്കിൽ അടുത്തൊരു സ്ഥലത്തും കൂടെ നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ സാധിക്കും. കാരണം ഒരു ഷോറൂംസ് അല്ല ഉള്ള, ഇഷ്ടം പോലെ ഷോറൂംസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ കൊണ്ടൊരിടത്ത് തല വെച്ച് കൊടുക്കണം എന്ന് ഞാൻ ഒരു കാരണവശാലും ആവശ്യപ്പെടുത്തില്ല.